സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് ദശകം 3ൻ്റെ അർത്ഥം മാത്രമാണ്. വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വാതരോഗത്താൽ പീഡിതനായിരുന്ന ശ്രീമാൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ രോഗം ശമിപ്പിക്കാൻ വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ 100 ദിവസം ഭജന വിരുന്ന് എഴുതിയതാണ് നാരായണീയം എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഭക്തി പ്രാർത്ഥന എന്ന പേരിൽ ദശകം 3-ൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അല്ലയോ വരദായകനായ ഭഗവാനെ, അങ്ങയുടെ നാമങ്ങളെ പ്രകീർത്തിച്ച് അതുവഴി ആനന്ദസാഗരത്തിൽ ആറാടുന്നവരും അങ്ങയുടെ കോമള രൂപത്തെ ഭജിക്കുന്നവരും ബഹുവിധ ഗുണങ്ങളെ വർണ്ണിച്ച് പറയുന്നവരും അങ്ങയെ മാത്രം സ്മരിച്ച് അലഞ്ഞു നടന്ന് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരും അതുവഴി സർവ്വ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുള്ളവരുമായ അങ്ങയുടെ ഭക്തന്മാർ ഭാഗ്യവാന്മാരാണ്. രോഗങ്ങളാലും ക്ലേശങ്ങളാലും പീഡിതമായിരിക്കുന്ന എൻ്റെ മനസ്സ് അങ്ങയുടെ ചരണസേവ കൊണ്ട് ലഭിക്കുന്ന ആനന്ദം ആസ്വദിക്കാൻ പോലും ആസക്തിയില്ലാതായി തീർന്നിരിക്കുന്നു. വളരെ കഷ്ടമാണ് ഭഗവാനെ, എന്നോട് ദയ കാണിക്കണേ. അങ്ങയെ ധ്യാനിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അനുഭവിച്ചും അങ്ങയുടെ നാമഗുണങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടിയും ഏതെങ്കിലും വിജനമായ ഒരിടത്ത് ഞാൻ ഏകനായി ജീവിച്ചു കൊള്ളാം. ഇതാണ് 2ാം ശ്ലോകത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ മനുഷ്യർക്ക് എന്താണ് നേടാൻ കഴിയാത്തത്? എൻ്റെ ക്ലേശഭാരങ്ങൾ ശമിപ്പിക്കുക എന്നത് വളരെ എളുപ്പമാണ്. അല്ലയോ ഭഗവാനെ, ഈ ലോകസുഖങ്ങളിൽ താല്പര്യമില്ലാത്ത അങ്ങയുടെ ഭക്തന്മാർ എല്ലാവരും ശോകവ്യതകൾ കൂടാതെ മോക്ഷം നേടി പരമസുഖം പ്രാപിച്ചിരിക്കുന്നു. വിശ്വപ്രസിദ്ധന്മാരായ നാരദാദി മുനിശ്രേഷ്ഠന്മാർ അങ്ങയുടെ പാതാരവിന്ദ സ്മരണയൊന്നിനാൽ മാത്രം ദുഃഖങ്ങളിൽ നിന്ന് വിമുക്തരാകുകയും ഗൂഢമായ ആത്മജ്ഞാനത്താൽ ബ്രഹ്മാനന്ദരസപ്രവാഹത്തിൽ മുഴുകി സ്വൈര്യം സഞ്ചരിക്കുന്നു. അങ്ങയിലുള്ള ഭക്തിയിൽ നിന്ന് ഇതിലധികം എന്താണ് വേണ്ടത് എന്ന് മേൽപ്പത്തൂർ ചോദിക്കുന്നു. അങ്ങയോട് എനിക്ക് ഇനിയും കൂടുതൽ ഭക്തി ഉണ്ടാവട്ടെ. അതുവഴി എൻ്റെ ക്ലേശങ്ങൾ ഉറപ്പായി ശമിക്കും. അതിലെനിക്ക് ഒട്ടും സംശയമില്ല. അങ്ങനെയല്ലെങ്കിൽ വേദവ്യാസൻ്റെ വചനങ്ങളും അങ്ങയുടെ ഉപദേശങ്ങളും എല്ലാം തന്നെ അജ്ഞാനികളുടെ വാക്കുപോലെ അസത്യമായി മാറും. അങ്ങയോടുള്ള ഭക്തി അങ്ങയുടെ വിശേഷ ഗുണങ്ങളിലുള്ള താല്പര്യം മൂലം മധുരമായി തന്നെ ആരംഭിക്കുന്നു. അതല്പം വളരുമ്പോൾ എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നു. അന്ത്യഘട്ടത്തിൽ പരബ്രഹ്മസിദ്ധിയെ നൽകുന്നു. ഇതിലപ്പുറം എന്താഗ്രഹിക്കാനാണ്? അല്ലയോ കാരുണ്യവാനായ ഭഗവാനെ, എൻ്റെ ക്ലേശങ്ങൾ പരിഹരിച്ച് അങ്ങയുടെ നിവാസസ്ഥാനമായ ഈ ക്ഷേത്രത്തിലെത്തുവാൻ എൻ്റെ 2 പാദങ്ങൾക്കും കരുത്തും അങ്ങയെ പൂജിക്കുവാൻ എൻ്റെ കൈകൾക്ക് ഉത്സാഹവും ആ പവിത്ര വിഗ്രഹം കാണാൻ എൻ്റെ കണ്ണുകൾക്കും അങ്ങയുടെ കാൽക്കൽ വീണ് കിടക്കുന്ന തുളസിയുടെ പരിമളം ആസ്വദിക്കാൻ എൻ്റെ നാസികകൾക്കും അങ്ങയുടെ മധുര ചരിതങ്ങൾ കേൾക്കാൻ എൻ്റെ ചെവിക്കും ഉത്സാഹവും ആസക്തിയും ഉള്ളതാക്കി തീർക്കണമേ. മനോവേദനകളും രോഗങ്ങളും കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വന്ന എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ പരമാനന്ദ സ്വരൂപം ഉദിപ്പിക്കണമേ. അങ്ങനെയായാൽ സന്തോഷം കൊണ്ട് ഞാൻ അടങ്ങാത്ത വേദനകളെ പോലും മറക്കും. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയിൽ താല്പര്യമില്ലാത്തവർ പോലും സുഖമായി ജീവിക്കുന്നു. അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈ ഞാൻ ഒട്ടേറെ കഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. വരദായകനായ അങ്ങയ്ക്ക് അകീർത്തി സംഭവിക്കരുത്. ഹേ കംസദമന, എൻ്റെ രോഗങ്ങളെ ശമിപ്പിച്ച് എന്നെ ഉടനെ അങ്ങയുടെ ഉത്തമ ഭക്തനാക്കി തീർക്കണമേ. കൂടുതൽ പറയുന്നത് എന്തിനാണ്? അല്ലയോ അഭീഷ്ടവരദായകനായ ഭഗവാനെ, അങ്ങയുടെ കരുണ എന്നിൽ പതിക്കുന്നത് വരെ ഞാൻ ദുഃഖപ്രലാപനങ്ങൾ കൂടാതെ അങ്ങയുടെ പാദപൂജ ചെയ്തുകൊണ്ട് ദിവസങ്ങൾ നയിക്കുകയും ചെയ്യാം. ഇത്രയുമാണ് ദശകം 3-ൽ മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ദശകം 4 മുതലുള്ള വീഡിയോയിൽ അർത്ഥവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയും നേരം വളരെ ക്ഷമയോടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.